സംസ്ഥാനത്ത് കനത്ത ചൂട് ശമിപ്പിക്കാൻ മഴയെത്തുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ്. 3 ദിവസം മേഘാവൃതമായ അന്തരീക്ഷത്തിനും നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് IMD ഡയറക്ടർ നിത കെ ഗോപാൽ റിപ്പോർട്ടറിനോട് പറഞ്ഞു. മാർച്ച് അവസാനത്തോടെ വേനൽ മഴയ്ക്ക് സാധ്യതയുള്ളതായും നിത കെ ഗോപാൽ പറഞ്ഞു. ഈ വരുന്ന ഒരാഴ്ചയിൽ ഒരു നേരിയ മഴയ്ക്കോ അല്ലെങ്കിൽ ഒരു കാർമേഘങ്ങളൊക്കെ ഉണ്ടാവാനുള്ളൊരു സാധ്യതയൊക്കെ ഉള്ളതുകൊണ്ട് ഒരു 3 ദിവസത്തേക്ക് നമ്മൾ വാർണിംഗ് ഇഷ്യൂ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ വരുന്ന മഴയ്ക്ക് അത്ര വലിയൊരു ശക്തിയോ അല്ലെങ്കിൽ ഒരു വ്യാപ്തിയോ ഒന്നും ഉണ്ടാവില്ല. അപ്പം ശരിക്കുള്ള ഒരു വേനൽ മഴ എന്ന് പറയുന്ന ഒരു സ്ഥിതിയിലുള്ള മഴയല്ല ഈ ആഴ്ച നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മാർച്ച് അല്ലെങ്കിൽ ഏപ്രിലൊക്കെ ആകുമ്പോഴാണ് വളരെ വലിയ കൂമ്പാരമേഘങ്ങളൊക്കെ വന്ന് ഇടിമേഘങ്ങളൊക്കെ വന്ന് ഇടിയോടുകൂടിയ ശക്തിയായ മഴ പെയ്യുക. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ ആ സ്ഥലത്തെ ലോക്കലായിട്ടുള്ള ടെമ്പറേച്ചറൊക്കെ പെട്ടെന്ന് കുറയാറൊക്കെ ഉണ്ട്. നമുക്ക് ഒരു പൊതുവെ ഒരു ആശ്വാസമൊക്കെ തോന്നാറുണ്ട്. അപ്പോൾ ആ ഒരു നിലയിലേക്കുള്ള ഒരു അവസ്ഥയിലല്ല നമ്മളിപ്പോൾ ഈ വരുന്ന 2-3 ദിവസത്തേക്ക് വരുന്ന മഴ എന്ന് പറയുന്നത്. ഒരു പക്ഷേ നമുക്ക് പല സ്ഥലങ്ങളിലും മഴ റെക്കോർഡ് ചെയ്തെന്ന് പോലും വരില്ല. നേരിയ മഴയൊക്കെയാണ് പ്രതീക്ഷിക്കുന്നുള്ളൂ. നമ്മുടെ മുസ്തഫ പറയുന്നു മഴ പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട് എന്ന്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ അഷിൻ ഡിയാഗോയോടൊന്ന് ചോദിക്കാം. ഗുഡ് മോർണിംഗ് അഷിൻ ഡിയാഗോ. വെരി ഗുഡ് മോർണിംഗ്. നമ്മുടെ കൊച്ചിയിലും കോഴിക്കോട്ടും രാവിലെ നല്ല തണുപ്പുണ്ട്. നമ്മുടെ സൈഫുനിസ പറയുന്നു മഴ വരുന്നുണ്ടെന്ന്. നമ്മുടെ കാലാവസ്ഥാ വകുപ്പിൽ നിന്നും കിട്ടുന്ന വിവരമനുസരിച്ച് മഴ പെയ്യുമോ അതോ പെയ്യാനും പെയ്യാതിരിക്കാനുമുള്ള സാധ്യതയാണോ? സുജയ, കൊച്ചിയിലും കോഴിക്കോടും മാത്രമല്ല തിരുവനന്തപുരത്തും രാവിലെ ഒരു ചെറിയ തണുത്ത കാറ്റൊക്കെ ഉണ്ട്. ഒരു ചെറിയ തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട്. കാലാവസ്ഥാ വകുപ്പിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് വരുന്ന 3 ദിവസം, അതായത് ഈ ഒരു ആഴ്ചയിൽ 3 ദിവസം മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ്. പക്ഷേ മഴയെന്ന് പറയുമ്പോൾ വലിയ രീതിയിലുള്ള മഴയല്ല, നേരിയ തോതിൽ ഒരു മഴയുണ്ടാകും. ചെറിയ ഒരു ആശ്വാസം മാത്രമേ ഉണ്ടാകൂ എന്നുള്ളതാണ്. പലയിടങ്ങളിലും കാർമേഘങ്ങൾ കൂടി ഒരു മേഘാവൃതമായ അന്തരീക്ഷം ഉണ്ടാകും. പക്ഷേ അവിടെയും ഒരു ചെറിയ രീതിയിൽ മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഈ ഒരു 5 ദിവസം, ഈ 5 ദിവസത്തിൽ ഇത്തരത്തിൽ പലയിടങ്ങളിൽ വിവിധ ഭാഗങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് ഇപ്പോൾ പ്രവചിക്കുന്നതും. കാരണം സംസ്ഥാനത്ത് കനത്ത ചൂടാണ്. ഈ ചൂടിന് ഒരു നേരിയ ആശ്വാസം എന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിൽ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല വേനൽ മഴ മാർച്ച് അവസാനം ഏപ്രിൽ ആദ്യവാരത്തോടു കൂടി തന്നെ ശക്തമാകാനുള്ള സാധ്യതയും കാലാവസ്ഥാ വകുപ്പ് കൽപ്പിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു വേനൽ ചൂടിന് ഒരു ചെറിയ ആശ്വാസമായി വരും ദിവസങ്ങളിലെ മഴ മാറിയേക്കും എന്നുള്ളത് തന്നെയാണ് ഈ ഒരു പ്രവചനവും ഇപ്പോൾ ഉള്ളതും. എന്തായാലും പക്ഷേ ഈ ഒരു ചൂട്, ഈ കനത്ത ചൂട് അനുഭവപ്പെടുന്ന സാഹചര്യത്തിൽ ജാഗ്രത പുലർത്തണം എന്നൊരു മുന്നറിയിപ്പ് തന്നെയാണ് ദുരന്ത നിവാരണ അതോറിറ്റി അടക്കം ഇപ്പോൾ പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഈ താപനിലയിൽ വലിയ മാറ്റങ്ങൾ ഇപ്പോൾ ഈ വരും ആഴ്ചയിൽ പ്രതീക്ഷിക്കുന്ന മഴയ്ക്ക് കൊണ്ടുവരാൻ സാധിച്ചില്ലെങ്കിലും ഒരു നേരിയ ആശ്വാസം മാത്രമാകും ഉണ്ടാകുക എന്നുള്ളത് തന്നെയാണ്. കാരണം പലയിടങ്ങളിലും നേരിയ തോതിലുള്ള മഴ പെയ്യുമ്പോൾ ആ ഒരു താപനില അത് ഉയരുകയുമില്ല താഴുകയുമില്ല. ആ ഒരു നിലയിൽ 2-3 ദിവസത്തേക്ക് ആ ഒരു നിലയിൽ തന്നെ പോകും എന്നൊരു പ്രവചനമാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് എന്തായാലും പ്രവചിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ആളുകൾ തുടരുന്ന ഒരു ജാഗ്രത, കാരണം നേരത്തെ തന്നെ ഈ സമയക്രമങ്ങൾ, ജോലിയുടെ പുറം ജോലി ചെയ്യുന്ന ആളുകളുടെയൊക്കെ സമയക്രമം ക്രമീകരിച്ചിരുന്നു. അത് അനുസരിച്ച് തന്നെ മുന്നോട്ട് പോകണം. 11 മണി മുതൽ 3 മണി വരെ ഡയറക്റ്റായി സൺറൈസ് ഏൽക്കുന്ന തരത്തിൽ പുറത്തേക്ക് ഇറങ്ങരുത്, ഇടയ്ക്കിടെ വെള്ളം കുടിക്കണം, അയഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കണം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ അത് കൃത്യമായി തന്നെ പാലിക്കുകയും വേണം. കാട്ടുതീക്കുള്ള സാധ്യതയുണ്ട്. കാരണം ഈ കൊടും ചൂടാകുമ്പോൾ തന്നെ കാട്ടുതീ, അതുപോലെ തന്നെ ഗോഡൌണുകളിൽ സാധനങ്ങൾ പെട്ടെന്ന് കത്താൻ സാധ്യതയുള്ള വസ്തുക്കളൊക്കെ കത്തിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതിനുള്ള മുന്നൊരുക്കങ്ങളൊക്കെ നടത്തണം. എന്തായാലും വരും ദിവസങ്ങളിൽ 3 ദിവസത്തേക്ക് മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. സുജയ. ഓക്കെ അഷിൻ, അപ്പോൾ അഷിനും നമ്മുടെ ടീമും കൃത്യമായി വെള്ളം കുടിക്കുന്നുണ്ടോ എന്നൊക്കെ ഉറപ്പാക്കണം. നമ്മൾ നാട്ടുകാരിലേക്ക് നമ്മൾ ഈ അപ്ഡേറ്റ്സ് എല്ലാം എത്തിക്കുന്നതിനൊപ്പം നമ്മുടെ ടീമും നിർജ്ജലീകരണമൊക്കെ ഉണ്ടാകാതെ സേഫായിട്ട് തന്നെ മുന്നോട്ട് പോകട്ടെ. അപ്പോൾ ഇന്നത്തെ ദിവസം ഉഷാറാവട്ടെ അഷിൻ.